ഹായ് ഗൈസ്, ഞാൻ ഏഞ്ചൽ മാത്യു, ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം എല്ലാവരും നീറ്റൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും അല്ലേ? ഇത്തവണ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നീറ്റ് വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആയിരുന്നു. പക്ഷെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒന്നോ രണ്ടോ പേർക്കല്ല എക്സാം ടഫായിരിക്കുന്നത്. എക്സാം എഴുതിയ ബഹുഭൂരിഭാഗം ആൾക്കാർക്കും ഈ എക്സാം ടഫായിരുന്നു. അതൊക്കെ തന്നെ നമ്മുടെ കട്ട് ഓഫിലും റിസൾട്ടിലും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴും കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ കണ്ടത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 500, 520 അങ്ങനെ ഒരു റേഞ്ചിലായിരിക്കും. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 500 ±10, അതായത് ഒരു 490 തൊട്ട് 510 വരെയുള്ള മാർക്സിൽ നമുക്ക് നമ്മുടെ MBBS സീറ്റ് ഉറപ്പിക്കാൻ പറ്റും ഏകദേശം. ഇത് എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. പിന്നെ ഇനിയിപ്പം നമുക്ക് റിസൾട്ട് വന്ന് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അലോട്ട്മെൻറ്റ് കൊടുക്കുകയാണ്. ഈ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇനിയാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ എല്ലാ കുട്ടികൾക്കും വരാൻ പോകുന്നത്. ഏത് കോളേജ് എടുക്കണം, എവിടെ പഠിക്കണം, എങ്ങനെയാണ് ഒരു കോളേജ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് പലർക്കും പല പല കാരണങ്ങളുണ്ടാകും. നല്ലൊരു റാങ്ക് കിട്ടിയാൽ നമുക്ക് വെറും ചെറിയ ഫീസിൽ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പഠിച്ചിറങ്ങാം. ഏകദേശം ഒരു വർഷം ഒരു 25,000 രൂപയാണ് നമുക്ക് ഫീസ് വരുന്നത്. ഇത്രയും ചെറിയൊരു എമൗണ്ടിലാണ് നമ്മൾ ഈ 5 വർഷക്കാലം പഠിക്കാൻ പോകുന്നത്. നല്ലൊരു റാങ്ക് കിട്ടിയിട്ടും ചില കുട്ടികൾ വരുത്തുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് കാരണം അവർക്ക് നല്ല കോളേജുകൾ മിസ്സായി പോകാറുണ്ട്. ചിലപ്പം അവർക്ക് കിട്ടേണ്ട നല്ല അവസരങ്ങൾ അതുമൂലം നഷ്ടപ്പെടും. അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒഴിവാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിലെ ടോപ്പ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ മൊത്തം 14 ജില്ലകളിലെ 12 മെഡിക്കൽ കോളേജസ് ആണ് ഉള്ളത്. അതിൽ നമുക്ക് മൊത്തം 1755 സീറ്റുണ്ട്. ഇതിൽ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയായിട്ട് പോകും. ബാക്കി 85% സീറ്റ് സ്റ്റേറ്റ് കോട്ടയിലാണ് വരുന്നത്. ഇതിൽ തന്നെ നമ്മൾ പല കുട്ടികളും പല പ്രിഫറൻസ് ആണ് അവർക്ക്. ചിലർക്ക് വീടിനടുത്തുള്ള കോളേജ് തന്നെ വേണം, ചിലർക്കാണെങ്കിൽ കുറച്ച് യാത്രയൊന്നും ചെയ്താലും കുഴപ്പമില്ല, ഏറ്റവും ബെസ്റ്റ് കോളേജ് വേണം. ചിലർക്കാണെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാടുള്ള കോളേജ് പഠിക്കണമെന്നായിരിക്കും. ആർട്സ്, സ്പോർട്സ് ഇതൊക്കെ ഉള്ള കോളേജ് വേണമെന്നായിരിക്കും. ചിലർക്ക് അക്കാദമിക്സ് ആയിരിക്കും കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത്. അവർക്കാണെങ്കിൽ കുറേ പേഷ്യൻസിനെ കാണണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളായിരിക്കും. ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഓരോരുത്തരും അവരവരുടെ ചോയ്സ് ഫില്ല് ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ റാങ്ക് വെച്ചിട്ട് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കോളേജ് നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നല്ലൊരു റാങ്ക് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ഒന്നിനു വേണ്ടി വന്ന് കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കോളേജ്, അത് നമ്മുടെ ഡ്രീം കോളേജ് നമ്മൾ എന്തായാലും ചൂസ് ചെയ്യണം. കേരളത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കോളേജാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 3000-ലധികം ബെഡുള്ള, ഒരു ദിവസം 6000-ലധികം ഒക്കെ പേഷ്യൻസ് വരുന്ന ഒരു വലിയ ക്യാമ്പസാണ്. അവിടെ അക്കാദമിക്കലി ആണെങ്കിലും പ്രോഗ്രാംസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് മുമ്പിലുള്ള ഒരു കോളേജാണ്. ഓരോ കുട്ടിയും എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ഒരു ഡ്രീം കോളേജ് ഉണ്ടാവും. നമ്മുടെയൊക്കെ ഉള്ളിൽ കേരളത്തിലെ കുട്ടികൾക്ക് ഏറ്റവും അങ്ങനെ പറയാവുന്ന അവരുടെ ഡ്രീം കോളേജ് ആയിരിക്കും കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. എയിംസ് പോലുള്ള കോളേജസിൽ കിട്ടാവുന്ന മാർക്ക് ഉണ്ടായിട്ടും അത് വേണ്ടാന്ന് വെച്ച് കാലിക്കറ്റ് ഓപ്റ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ലാസ്റ്റ് റാങ്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വന്നത് 275 ആണ്. അവിടെ മൊത്തം 250 സീറ്റ്സ് ആണുള്ളത്. നമ്മുടെ ലാസ്റ്റ് റാങ്ക് 275 എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമുക്കൊരു 585 മാർക്സിന് മുകളിലോട്ടുള്ളവർക്ക് അവിടെ അഡ്മിഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത് എൻ്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ പറഞ്ഞതാണ്. ഒരു 580, 585 മുകളിലോട്ടൊക്കെ 250-ക്കകത്ത് റാങ്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് എല്ലാ കുട്ടികളും പ്രിഫർ ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. കാലിക്കറ്റിനൊപ്പം തന്നെ പേഷ്യൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അക്കാദമിക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലും ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ലാസ്റ്റ് റാങ്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ജനറൽ കാറ്റഗറിയിൽ പോയിരിക്കുന്നത് 428 ആണ് ലാസ്റ്റ് റാങ്ക് വരുന്നത്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മൊത്തം 250 സീറ്റാണ് ഉള്ളത്. അടുത്ത ഒരു സെറ്റ് ഓഫ് കോളേജസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയാണ്.
ഇതിൽ ഓരോ കോളേജസിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളാണ്. ഇപ്പോൾ കോട്ടയം നോക്കുകയാണെങ്കിൽ അക്കാദമിക്കലി അവർ ഭയങ്കര മുന്നിലുള്ള ഒരു കോളേജാണ്. തൃശ്ശൂരാണെങ്കിൽ അക്കാദമിക്സിനോടൊപ്പം ഒരുപാട് ആർട്സ് ഫെസ്റ്റൊക്കെ നടത്തുന്ന കോളേജാണ്. സ്പോർട്സ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, അവിടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ആലപ്പുഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആലപ്പുഴ എൻ്റെ കോളേജാണ്. അവിടെ അക്കാദമിക്കലി ആണെങ്കിലും ആർട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്പോർട്സിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവായ കുട്ടികളുള്ള ക്യാമ്പസാണത്. ഈ കോളേജസിൽ സീറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓരോന്നിലും 175 സീറ്റ് വെച്ചാണ് ഉള്ളത്. അതിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ജനറൽ കാറ്റഗറി ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 618 തൃശ്ശൂരാണെങ്കിൽ 632. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 849. അടുത്ത കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളമാണ്. അവിടെ ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത് 954. അവിടെ മൊത്തം 110 MBBS സീറ്റാണ് ഉള്ളത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂരിൽ 100 സീറ്റാണുള്ളത്. ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത് 947. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരി 110 MBBS സീറ്റുണ്ട്. ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 950. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലം ലാസ്റ്റ് റാങ്ക് 952. അവിടെയും 110 MBBS സീറ്റാണ് ഉള്ളത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാലക്കാട്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോന്നി, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കി, ഈ കോളേജസിലും 100 സീറ്റ് വീതമാണുള്ളത്. അതിൽ പാലക്കാട് റിസർവേഷൻ കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 1349. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോന്നിയിൽ 1558 ലാസ്റ്റ് റാങ്ക്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ 1729 ലാസ്റ്റ് റാങ്ക്. ഒരിക്കൽ കൂടി നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കട്ട് ഓഫ് ഒക്കെ ഇപ്പോൾ കാണുന്ന അനാലിസിസ് വെച്ചിട്ട് നന്നായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് നന്നായിട്ട് കുറയാനാണ് സാധ്യത. ഒരു 500, 510 ആ ഒരു മാർക്ക് റേഞ്ചിലുള്ളവരൊക്കെ ഈ വർഷം MBBS സീറ്റ് ഉറപ്പിക്കാൻ പറ്റുന്നവരാണ്. അവർക്കൊക്കെ സീറ്റ് കിട്ടും. നിങ്ങൾ ആരും അതൊന്നും ഓർത്ത് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയല്ലോ എന്നോർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട. അലോട്ട്മെൻ്റ് ഒക്കെ ആകുമ്പോൾ കറക്റ്റ് ഈ ഓർഡറിലൊക്കെ തന്നെ കൊടുത്ത് മിസ്റ്റേക്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കി എല്ലാവരും അലോട്ട്മെൻ്റ് ഒക്കെ കൊടുക്കുക, ഓപ്ഷനൊക്കെ ഫില്ല് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കോളേജ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.